വെൽക്കം ടു കുക്കിംഗ് അപ്പ് സംതിങ് നൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണേ എയർ ഫ്രയർ ചിക്കൻ തന്തൂരിയാണ്. ഇതൊരു ഒത്തിരി റിക്വസ്റ്റഡ് റെസിപ്പിയാണ്. ഇത് നമുക്ക് വേഗം വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടി ഒരു ബൗളിൽ 6 ടേബിൾ സ്പൂൺ ഹങ് കേർഡാണ് എടുക്കണേ. അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തുനിന്ന് മേടിച്ച കട്ട തൈരാണെങ്കിലും എടുക്കാം. മിൽക്കി മിസ് തൈരാണ് ഞാൻ ഇവിടുന്ന് എടുക്കണേ, വെള്ളം കംപ്ലീറ്റ്ലി മാറ്റിയിട്ട്. ഇത് നമ്മൾ വീട്ടിലെ തൈരാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു അരിപ്പയിൽ അല്ലെങ്കിൽ ഒരു തുണിയിൽ കെട്ടി തൈര് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ രാവിലെ നമുക്ക് ആ വെള്ളം മുഴുവൻ മാറി കട്ട തൈരായിട്ട് കിട്ടും. ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ മാരിനേഡ് എപ്പോഴും ഒരു ബൗളിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം മീറ്റ് ഇടുന്നതിന് മുമ്പേ. എന്നിട്ട് സോൾട്ടും ബാക്കിയൊക്കെ ചെക്ക് ചെയ്യണം. മീറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും റോ ആയിട്ട് മീറ്റ് ഇട്ടിട്ട് ടേസ്റ്റ് ചെയ്യാൻ പാടില്ല. 3 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ് ഇതിലേക്ക് ആഡ് ചെയ്യണേ. കശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കണം, എന്നാൽ കളറും കിട്ടും നല്ലോണം. ഇനി 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഇടുന്നത്. ഇതിൽ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 12 വെളുത്തുള്ളിയും കൂടെ ചതച്ച് ഫ്രഷ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക 1.5 ടീസ്പൂൺ ജീരകപ്പൊടി, ക്യൂമിൻ പൗഡറാണ്, 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കസൂരി മേത്തി. ഇങ്ങനെ വിരലിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കസൂരി മേത്തിയുടെ. പിന്നെ 1 നാരങ്ങയുടെ ജ്യൂസ്. ഇതെല്ലാം കൂടെ എന്നിട്ട് നല്ലോണം നമ്മൾ മിക്സ് ചെയ്യും, ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട്. നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു തിക്കായിട്ടുള്ളൊരു മാരിനേഡ് ഉണ്ടാക്കണം. അത് കാരണം വെള്ളം ഇല്ലാത്ത തൈര് എടുക്കണേ. എന്നാൽ നല്ല തിക്ക് മാരിനേഡ് ആകുമ്പോഴത്തേക്ക് അത് ചിക്കൻ്റെ മുകളിൽ നല്ലോണം പുരട്ടി ഇരിക്കും. ഇനി ഉപ്പൊന്ന് നോക്കണം, ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യണം. ഇതിലേക്ക് 1 കിലോ ചിക്കനാണ് ഇടണേ. 8 പീസസിലേക്ക് കട്ട് ചെയ്തിട്ട് തന്തൂരിയിൽ വേണ്ടി കട്ട് ചെയ്തിരിക്കുക. ഇത് എല്ലാ ചിക്കൻ കഷ്ണവും നല്ലോണം ഇങ്ങനെ വരഞ്ഞിടണം, എന്നാലേ നല്ലോണം മസാല പിടിക്കുകയുള്ളൂ. ആൻഡ് ഒരു ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്താൽ നല്ലോണം നമുക്ക് ജ്യൂസി ആൻഡ് അകത്തൊക്കെ മസാല പിടിക്കും. ഇത് 2 സൈഡിലും നല്ലോണം നമ്മൾ കൈവച്ചിട്ട് മസാല പുരട്ടി കൊടുക്കണം. ആൻഡ് ഈ സ്ലിറ്റ് ഇങ്ങനെ വരഞ്ഞു വെച്ചിരിക്കുന്ന അതിനകത്തേക്കും നല്ലോണം മസാല പിടിപ്പിക്കണം. നമ്മൾ കഴുകി ചിക്കൻ എടുക്കുമ്പോഴത്തേക്ക് നല്ലോണം വെള്ളം സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ എടുക്കാവുള്ളൂ. ഒട്ടും വെള്ളം ഇല്ലാതെ ചിക്കൻ എടുക്കണം. ഓവർനൈറ്റ് അല്ലെങ്കിൽ നമ്മൾ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് രാത്രി ഡിന്നറിന് ഇത് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു നല്ല മീൽ പ്രെപ്പ് റെസിപ്പിയും കൂടെയാണ്. ബിക്കോസ് നമുക്ക് നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീസറിലുണ്ടെങ്കിൽ നമുക്ക് വേഗം എടുത്ത് ഉണ്ടാക്കാൻ പറ്റും ലഞ്ചിനോ ഡിന്നറിനോ വേണ്ടി. ഇനി നമ്മളിത് എയർ ഫ്രയറിലേക്ക് വെക്കും. ഇതാദ്യം ഒരു ലൈനർ, ഒരു പാച്ച്മെൻറ്റ് പേപ്പറിൻ്റെ ഒരു ലൈനർ ഇടുന്നുണ്ട്. അത് ഒന്ന് ഓയിൽ വെച്ച് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പാച്ച്മെൻറ്റ് പേപ്പറിൻ്റെ എയർ ഫ്രയർ ലൈനറായിട്ട് കിട്ടും. ഇത് ഞാനിപ്പോൾ ആമസോണിൽ നിന്നൊരു പാക്കറ്റായിട്ട് മേടിച്ചതാണ്. ഇനി നമ്മൾ ഓരോ കഷ്ണം ചിക്കനായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം 3 കഷ്ണമേ ഉണ്ടാക്കുന്നുള്ളൂ. നമ്മളെപ്പോഴും ചിക്കൻ വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ എയർ ഫ്രയറിൻ്റെ സൈസ് അനുസരിച്ചിട്ട് നമ്പർ ഓഫ് പീസസ് വെക്കണം. ബിക്കോസ് ഓവർ ക്രൗഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഒരു ലെയറായിട്ടേ വെക്കാൻ പാടുള്ളൂ. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ ശരിക്കും നമുക്ക് വെന്തിട്ട് ആ വേണ്ട റിസൾട്ട് കിട്ടില്ല. ഇനി അടച്ചിട്ട് നമ്മൾ 180 ഡിഗ്രീസിൽ 21 മിനിറ്റ്സാണ് വെക്കുക. ഇപ്പം ഇത് ഫുള്ളായിട്ട് കാണണേ. വേറെ കുറച്ച് ടിപ്സ് ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ചെയ്യാനുള്ളത്. ഇത് നല്ലോണം ജ്യൂസി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ തന്തൂരി ചിക്കൻ കിട്ടാൻ വേണ്ടി. ഇനി നമ്മൾ സെപ്പറേറ്റ് ഒരു ബൗളിൽ 1 ടീസ്പൂൺ നെയ്യ്, 2 പിഞ്ച് സോൾട്ട്, 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില, പിന്നെ 1/2 ടീസ്പൂൺ ചാട്ട് മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഒരു മിക്സ്ചർ ആക്കും. ഇത് നമ്മൾ ബേസ്റ്റിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിക്കാൻ പോണേ തന്തൂരി ചിക്കന്. ബേസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഇടയ്ക്ക് നമ്മൾ അത് പുരട്ടി കൊടുക്കും അതിൻ്റെ മുകളിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ തുറന്നിട്ട് നല്ലോണം ഈ നെയ്യുടെ മിക്സ്ചർ 3 പീസിലും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 13 മിനിറ്റ്സ് ആയിട്ടുണ്ട് ഈ ഒരു സൈഡ് കുക്ക് ചെയ്ത്. ഇനി നമ്മളിത് മറിച്ച് കൊടുക്കും. എപ്പോഴും മറിച്ച് കൊടുത്താലേ നമുക്ക് 2 സൈഡിലും നല്ലോണം ബ്രൗണിങ് ഒക്കെ കിട്ടുള്ളൂ.
ഇനിയിപ്പോൾ മറ്റേ സൈഡിലും കൂടെ നമ്മൾ ഉണ്ടാക്കി വെച്ച് നെയ്യുടെ മിക്സ്ചർ ഇതിൻ്റെ മുകളിൽ പരട്ടി കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ബട്ടർ ആണെങ്കിലും എടുക്കാം. ബട്ടർ സോൾട്ടഡ് ബട്ടർ എടുക്കണമെന്ന് വെച്ചാൽ എക്സ്ട്രാ സോൾട്ട് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഒലിവ് ഓയിലോ വേറെ കുക്കിംഗ് ഓയിലോ ഉപയോഗിക്കാം. ഇപ്പോൾ വെയിറ്റ് ലോസ് ഒക്കെ ആണെങ്കിൽ ഒലിവ് ഓയിലാണെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇത് ചിക്കൻ നല്ല ജ്യൂസി ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ബാക്കി 8 മിനിറ്റ്സ് കുക്ക് ചെയ്യും. പിന്നെ ഒരു 4 മിനിറ്റ്സത്തേക്ക് ഇത് 200 ഡിഗ്രീസിലേക്ക് കൂട്ടും ടെമ്പറേച്ചർ. ആൻഡ് 4 മിനിറ്റ്സ് 200 ഡിഗ്രീസിലും കൂടെ ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ നല്ല ബ്രൗൺ ആൻഡ് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ 200ലേക്ക് കൂട്ടുമ്പോഴാണ് നമുക്ക് ഈ കറക്റ്റ് ബ്രൗണിങ്ങും എല്ലാം കിട്ടുന്നത്. അത് ചെയ്യാൻ മറക്കല്ലേ. ഇഷ്ടമായെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.